ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി പറഞ്ഞിട്ട് ആൻ്റണി ആണെങ്കിൽ നവീനെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവീൻ ആൻ്റണിയുടെ ഓഫീസിലെത്തുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. നിങ്ങൾ എല്ലാവർക്കും ക്യാഷ് കൊടുക്കുന്ന ആളാണല്ലേ, പലിശയ്ക്ക്. അപ്പോൾ പിന്നെ എത്ര ക്യാഷ് വേണമെങ്കിലും എനിക്ക് തന്നോ, എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ആളുണ്ട്. പിന്നെ എനിക്ക് കല്യാണ ആവശ്യങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ നവീൻ പറയാണ് കേട്ടോ. അങ്ങനെ നവീൻ ആൻ്റണിയുടെ റൂമിൽ വന്നിട്ട് കാലുമേ കാലൊക്കെ വെച്ചിട്ട് ഭയങ്കര പവറിലിരിക്കുകയാണ്. അപ്പോഴേക്കും ആൻ്റണി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ റൗഡിയാണോ എന്ന് ചോദിക്കുകയാണ്. ഞാനോ റൗഡിയോ? ഞാൻ റൗഡിയൊന്നുമല്ല, ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ആൻ്റണി വന്നിട്ട് നമ്മുടെ നവീൻ്റെ കർണം അടിച്ച് അങ്ങ് പൊളിക്കുകയാണ് കേട്ടോ. നീ എന്താടാ കരുതിയിരിക്കുന്നത്? നീ ബ്ലാക്ക് മെയിൽ ചെയ്യുമല്ലേ? നീ എന്തിനാ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തൊട്ടുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നവീനെ അടിക്കുകയാണ് കേട്ടോ. എന്നാൽ നവീൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും. ഞാൻ നിങ്ങളെ എപ്പോഴാണ് ബ്ലാക്ക് മെയിൽ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നവീൻ ഈ സമയം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും, നിങ്ങളെ എനിക്ക് അറിയ പോലും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറയുന്നത്? നിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന എന്നെ നിനക്ക് ഇപ്പോഴും അറിയില്ലെന്നോ? അതല്ല പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നതെന്ന് ഇങ്ങനെ നവീൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നീ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം തട്ടും അല്ലേടാന്ന് ചോദിച്ചിട്ട് വീണ്ടും അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവീൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആൻ്റണീനെയും കൂടെയുള്ള ആളെയും തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. പിടിക്കട അവനെന്ന് പറഞ്ഞിട്ട് ആൻ്റണിയും ആ കൂട്ടരും നമ്മുടെ നവീൻ്റെ പുറകെ ഓടുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നവീനാണെങ്കിൽ ബൈക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകുകയാണ് കേട്ടോ. എന്നാൽ ആൻ്റണിയും കൂട്ടുകാരനും കൂടി ബൈക്ക് എടുത്തിട്ട് നവീൻ്റെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം നമ്മുടെ സച്ചിയും മഹേഷും കൂടി ഇങ്ങനെ ബൈക്കിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. എന്തായാലും രേവതി ചേച്ചിയുടെ പിണക്കമൊക്കെ മാറി വീട്ടിൽ വന്നല്ലേ എന്നിങ്ങനെ മഹേഷ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നൊക്കെ ഗസ് ചെയ്ത് വെച്ചിരുന്നതാടാ. അവൾ ആ കാര്യം രാവിലെ തന്നെ മറന്നിരുന്നു. അവൾക്കങ്ങനെ പിണക്കമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മഹേഷ് പറയാണ്, എടാ സച്ചി, എന്തായാലും നിനക്ക് രേവതി ചേച്ചിയോടുള്ള സ്നേഹമായി ഇന്നലെ രാത്രി ആ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ കൺകുളിർമ കണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. സച്ചിയപ്പോൾ പറയുന്നുണ്ട്, ഒന്ന് പോടാ, അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നിനക്ക് നാണമൊക്കെ വരുന്നുണ്ടല്ലേടാ സച്ചി. എന്തായാലും എന്നും നിങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ നവീനാണെങ്കിൽ ആൻ്റണി പുറകെ ഉണ്ടോയെന്ന് തിരിഞ്ഞു നോക്കി സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു വയസ്സായ ഒരു അമ്മ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അവർ വണ്ടി ഇടിച്ച് നവീൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ വീണ്ടും സ്പീഡിൽ അങ്ങ് പോവാണ് നവീന്. നമ്മുടെ സച്ചിയും മഹേഷും ഈ കാഴ്ച കാണുന്നുണ്ട് കേട്ടോ. ഓടി ചെന്നിട്ട് അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് സച്ചി പറയുന്നുണ്ട്, എടാ മഹേഷേ, നീ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്ക്, ഞാനേ എന്തായാലും അവനെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവീൻ്റെ പുറകെ പോവാണ് കേട്ടോ. അങ്ങനെ അമ്മ ഇടിച്ചിട്ടതിൻ്റെ ദേഷ്യത്തിലാണ് സച്ചി പോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി ക്രോസായിട്ട് ബൈക്ക് നിർത്തിയിട്ട് നമ്മുടെ നവീനെയാണെങ്കിൽ സച്ചി പൊതിരെ തല്ലുകയാണ് കേട്ടോ. നവീനാണെങ്കിൽ സോറി സാർ ഞാൻ അറിയാതെയാണ്, എന്നെ വെറുതെ വിട്ടേക്ക് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചിക്ക് ഇതോടെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ്. ഒരു വയസ്സായ അമ്മയെ ഇടിച്ചിട്ടതും പോരാ, നിർത്താതെ പോയിട്ട് നീ സോറി ചോദിക്കുന്നോ? നീ സോറി ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം പ്രശ്നം തീരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും അടിക്കുകയാണ് കേട്ടോ. ഈ സമയം പോലീസുകാർ വരുന്നുണ്ട്, പോലീസ് വണ്ടി വരുന്നുണ്ട് കേട്ടോ. അവരുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ എന്തായാലും കൃത്യസമയത്ത് തന്നെയാണ് നിങ്ങൾ എത്തിയത്. ഒരു വയസ്സായ അമ്മയെ ഇടിച്ചിട്ടിട്ട് ഇവൻ ഓവർ സ്പീഡിൽ വന്നതാണ്, ഇവനെയാണ് ഞാൻ കയ്യോടെ പിടിച്ചതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആ പോലീസുകാർ പറയുന്നുണ്ട്, ഇപ്പം തന്നെ കൺട്രോൾ റൂമിലേക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു, ഓവർ സ്പീഡ് കാരണം ഒരു വയസ്സായ ലേഡിയെ ഇടിച്ചിട്ട് പോയതെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പുറകെ വരുന്ന ആൻ്റണിയും കൂട്ടുകാരനും കൂടി നമ്മുടെ സച്ചി നവീനെ തല്ലുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൻ ആൻ്റണിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ സച്ചി എന്തിനാ അവനെ അടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വരട്ടെ, നമുക്ക് എന്തായാലും വരാൻ പോകുന്നത് ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ആൻ്റണിയും കൂട്ടുകാരനും കൂടി അവർ തല്ലുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ പിന്നീടാണ്
ആ നവീൻ്റെ മുഖം കാണുന്നത്. നിന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നീ ഇതിനു മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് അടി വല്ലതും മേടിച്ചിട്ടുണ്ടോടാന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവീൻ പെട്ടെന്ന് തന്നെ ഇല്ല സാർ, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എനിക്ക് നിങ്ങളെ അറിയത്തുകൂടിയില്ല എന്നൊക്കെ ഇങ്ങനെ നവീൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ ഇരിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ഇയാളെ നേരത്തെ പരിചയമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ സാർ, എനിക്കിവനെ മുമ്പേ അറിയാം. എൻ്റെ വണ്ടിയിൽ ടാക്സി ഓട്ടം പോകാനായിട്ട് ഇവൻ വന്ന് കയറിയിരുന്നു. സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചതിന് ഇവനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പെരുമാറി ഇവൻ ഹോസ്പിറ്റലും ആയതാണെന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അടുത്ത പ്രശ്നത്തിന് നീ ഇറങ്ങിയേക്കുവാണല്ലേ, വണ്ടിയിലേക്ക് കയറടാന്ന് പറഞ്ഞിട്ട് നവീനെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ് കേട്ടോ. ഈ സമയം പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വന്നിട്ട് ഒരു മൊഴി എടുത്തിട്ട് വേണം പോവാൻ, എന്നാൽ നിങ്ങളങ്ങോട്ടേക്ക് പോരെന്ന് പറഞ്ഞിട്ട് നവീനെ വണ്ടിയിൽ കയറ്റി പോലീസുകാർ പോവാണ്. സച്ചി ഈ സമയം അവരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ആൻ്റണി ആണെങ്കിൽ നവീനെ പോലീസുകാർ കൊണ്ടുപോകുന്നതും നവീനിട്ട് അടി കിട്ടി ചതഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ സച്ചിയെ മാറ്റിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രുതിയും കൂടി ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് ആൻ്റണി ആ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. കാരണം ശ്രുതി അടുത്ത് തന്നെ ഇരിക്കുകയാണല്ലോ. ശ്രുതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭക്ഷണത്തെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് വീണ്ടും വീണ്ടും കറി ഒഴിക്കെന്ന് പറഞ്ഞ് ശ്രുതിയെ കൊണ്ട് ഒഴിപ്പിച്ച് ഇങ്ങനെ ഭയങ്കര ടേസ്റ്റിൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആ സച്ചി ഭാഗ്യം ചെയ്തവനാ, ഇത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന രേവതിയെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ. പൂ കിട്ടുന്ന ടാലൻറ്റ് കൂടാതെ രേവതിക്ക് ഈ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ടാലൻറ്റും ഉണ്ടല്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശ്രുതിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്താ ശ്രുതി നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണേ. അതെന്തായാലും ശരിയാണ്, രേവതി നന്നായിട്ട് കുക്ക് ചെയ്യുന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ശരി, ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അത് വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ലായിരുന്നു എന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് ഞാനാന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ അങ്ങ് ചമ്മി പോവാണ് കേട്ടോ. എന്താ പറയണ്ടേന്ന് അറിയില്ലല്ലോ. അതെ ഇന്നലെ രാത്രിയിലത്തെ അല്ല, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നീ ഉണ്ടാക്കിയ ആ സാമ്പാറുണ്ടല്ലോ, അത് എന്തായിരുന്നു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ അത് സാമ്പാറല്ലായിരുന്നു, രസമായിരുന്നു എന്ന് പറയണേ. അത് ശരിയാണ്, രുചിയുടെ കാര്യം ഓർത്തപ്പോഴേ എൻ്റെ നാക്കങ്ങ് പിഴച്ചു പോയതെന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉരുളുകയാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി വെറുതെ കിടന്ന് ഉരുളണ്ട, എന്തായാലും രേവതിയുടെ അത്രയും നന്നായിട്ടൊന്നും കുക്ക് ചെയ്യാനായിട്ടേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി കൈയൊക്കെ കഴുകിയിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം ശ്രുതി പോയതുകൊണ്ട് തന്നെ ശ്രുതി ആ മെസ്സേജൊക്കെ ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. ആൻ്റണി അയച്ചു കൊടുത്ത മെസ്സേജാണല്ലോ. അപ്പോൾ നവീനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷവുമാണ് കേട്ടോ. ഇനി എന്തായാലും നവീൻ്റെ ശല്യം ഉടനെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി വയറ് നിറച്ച് ആ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് ചന്ദ്രമതിനെയാണ്. ചന്ദ്രമതിയാണെങ്കിൽ അടുക്കളയിൽ ഓരോ പണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഭാമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ചന്ദ്രേ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നും പറയണ്ട, എൻ്റെ വിധിയായി ഇതെല്ലാം. ഞാനേ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മടുത്തു വന്നിരിക്കുകയെന്ന് പറയണേ. അപ്പോൾ ഭാമ കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ സ്വപ്നത്തിലും ഭക്ഷണമാണോ ഇപ്പോൾ ഉണ്ടാക്കാറെന്ന് ചോദിക്കുകയാണ്. ദേ ഭാമേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്, നീ ഇനി ആവശ്യമില്ലാതെ കിള്ളാൻ വരല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അല്ല, ഞാൻ അതുകൊണ്ട് ചോദിച്ചല്ല, നീ എന്ന് തൊട്ടാ ഇവിടെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ ഇതുവരെ ഇവിടെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാം എൻ്റെ തലവിധിയാ. ആ പൂ കെട്ടുന്നവളില്ലേ, അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നതീ പിന്നെ എൻ്റെ തലയിലെടുത്ത് ആകെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ എൻ്റെ വാക്കുകളെ ആരും ഒരു വില കൽപ്പിക്കാറില്ലെന്ന് ചന്ദ്രമതി പറയുകയാണ്. ഇത് കേട്ടിട്ട് ഭാമ പറയുന്നുണ്ട്, അതെ ഒരു മരുമക്കൾ ഉള്ള വീട്ടിൽ തന്നെ അമ്മായിമ്മമാർ കാലുമേ കാല് കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നിനക്ക് 3 മരുമക്കളുണ്ടല്ലോ ചന്ദ്രേ, എന്നിട്ടാണോ നീ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്.
ഓ 3 മരുമക്കളൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. ആ പൂ കെട്ടുന്നവളുണ്ടല്ലോ, അവളിപ്പോൾ എനിക്കൊരു വിലയും തരുന്നില്ല എന്ന് പറയാണേ. അപ്പോഴേക്കും ബാമ വയ്ക്കുന്നുണ്ട്, അപ്പോൾ ശ്രീകാന്തിൻ്റെ വൈഫോ? അവിടെ കാര്യം ഒന്നും പറയണ്ട, അവള് കുഴപ്പമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും എന്നാലും എന്നെ വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ലെന്ന് പറയുമ്പോൾ ചന്ദ്രൻ എന്നെ പറയാണ്, ആ ശ്രുതി മാത്രമാണ് ഇപ്പോൾ എനിക്കിത്തിരി മര്യാദ തരുന്നത്. അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട്, അതെന്തായാലും നന്നായി, അവൾ ഞാൻ കൊണ്ടുവന്ന മരുമകളല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. അവൾ ജോലിയൊക്കെ ചെയ്യാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവൾ ജോലിയൊന്നും ചെയ്യാറില്ലെങ്കിലും എനിക്കതിനകത്ത് സങ്കടമൊന്നുമില്ല. കാരണം വർഷയും ശ്രുതിയും കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട്. അതുപോലെയാണോ ആ പൂ കെട്ടുന്നവള്? അവള് രാവിലെ പൂ കൊടുക്കാനാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കാണ് വരുന്നത്. ഉച്ചയ്ക്ക് വന്ന് പിന്നെയും വീണ്ടും പൂ കൊടുത്തുകൊണ്ട് അവൾ പോയാലേ പാതിരാത്രിക്കാണ് വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ചന്ദ്ര തന്നെ പറയുന്നുണ്ട്, അവൾ ഈ വീടിൻ്റെ പുറത്തായിട്ട് കട വെച്ചുകൊണ്ടിരുന്നപ്പോഴേ അവൾ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുകയും ചെയ്യായിരുന്നു, കച്ചവടവും ചെയ്യുമായിരുന്നു. അതിപ്പോൾ ഞാൻ തന്നെ എൻ്റെ കുഴി തോണ്ടിയതുപോലെ കോർപ്പറേഷനുകാരെ വിളിച്ച് പറഞ്ഞ് ആ കട എടുത്തുകൊണ്ട് പോയെന്നിങ്ങനെ അറിയാതെ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ടോ, അപ്പോൾ പിന്നെ നീയാണല്ലേ കോർപ്പറേഷനിൽ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ കടയെടുപ്പിച്ചു കൊണ്ട് പോയതെന്ന് ചോദിക്കണേ. അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് തന്നെ ഒന്നും മിണ്ടാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാമ പറയുന്നുണ്ട്, അതെന്തായാലും കഷ്ടമായിപ്പോയി, അവൾ പുറത്ത് നല്ല രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതല്ലേ, എന്തായാലും നീ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ ഒന്ന് പതുക്കെ പറ, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ ഇനി ആരെങ്കിലും കേട്ട വലിയ പ്രശ്നമാവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സമയം ഒരു സ്ത്രീ ആണെങ്കിൽ പൂക്കാരി ചേച്ചിന്ന് വന്ന് വീടിൻ്റെ പുറത്ത് വിളിക്കുന്നുണ്ട്. എല്ലാവരും ആ രേവതി അന്വേഷിച്ചായിരിക്കും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ചന്ദ്ര ദേഷ്യത്തോടെ എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇവിടെ പൂവൊന്നും ഇല്ല, പൂ കിട്ടുന്നവളും ഇല്ല എന്ന് പറയുകയാണ്. എനിക്ക് പിന്നെ അവരുടെ നമ്പരൊന്ന് തരുമോ എന്ന് ചോദിക്കുകയാണേ. എനിക്ക് അവിടെ നമ്പറും അറിയില്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങളൊന്ന് പോന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു പൂ മേടിക്കാൻ വന്നതല്ലേ, ഞാനല്ലാതെ അവരുടെ നമ്പറല്ലേ ചോദിച്ചോളൂ, നിങ്ങളെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്, പൂ കെട്ടിയിട്ട് ഇത്രയും വലിയ വീടുണ്ടാക്കിയതിൻ്റെ അഹങ്കാരമാണ് നിങ്ങൾക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇതോടെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. നിങ്ങളെന്താ പറഞ്ഞത്, ഇതെൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ, അല്ലാതെ ഒരുത്തി പൂ കെട്ടി ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ വാമ, ചന്ദ്രയെ നീയൊന്നും മിണ്ടാതിരിക്കുക വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും അവരങ്ങ് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രമതി. കാലമേ കാലൊക്കെ വെച്ചിട്ട് നമ്മുടെ രേവതിയുടെ വരവും കാത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഭാമയ്ക്കാണെങ്കിൽ ഒരു ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ചന്ദ്രമതിയും ഭാമയും കൂടി ഇരിക്കുന്നത്. ചായ കുടിച്ചു നോക്കിയിട്ട് ഭാമ പറയുന്നുണ്ട്, ചായ കൊള്ളാം, എന്നാലും രേവതി ഉണ്ടാക്കുന്ന ചായയുടെ അത്രയും ടേസ്റ്റ് ഇല്ല എന്ന് പറയാണ്. അത് ശരി, നിനക്ക് രേവതിയുടെ ചായയെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ തന്നെ അങ്ങ് വെച്ചോ, അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ മൊത്തം വന്നേ വീട്ടിൽ വന്ന് ദേഷ്യപ്പെട്ടതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇനി നീ അതും കൂടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭാമയുടെ നേരെയും ദേഷ്യപ്പെടുകയാണ്. ഈ സമയം നമ്മുടെ രേവതിയും ശ്രുതിയും കൂടി ഒന്നിച്ചാണ് കേട്ടോ പുറത്തുനിന്ന് കയറി വരുന്നത്. നിക്കടി അവിടെയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി എഴുന്നേക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും രേവതിയും കൂടി ഒന്നിച്ചാണല്ലോ കയറി വരുന്നത്. ശ്രുതി ആകെ ടെൻഷനോടുകൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ നീ ആരെന്ന് വെച്ചിട്ടാ നീ ചെയ്തു കൂട്ടുന്നതൊക്കെ, എല്ലാവരും മണ്ടികളാണെന്ന് കരുതി നീ ഇത്രയ്ക്ക് കണ്ട് അഹങ്കരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ശ്രുതി നിന്നെയല്ല, നീ അകത്തേക്ക് കയറി പൊക്കോ, ദേ ഇവളുണ്ടല്ലോ ഇവളെയാന്ന് പറഞ്ഞിട്ട് രേവതിയുടെ നേരെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ ആരാണെന്നാ നീ കരുതിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. രേവതി പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ അമ്മായിയമ്മയല്ലേ, ആ ബോധം നിനക്കുണ്ടല്ലേ, നീ നാട്ടുകാരോടൊക്കെ എന്താടി പറഞ്ഞു വെച്ചേക്കുന്നത്, ഞാൻ നിന്റെ അസിസ്റ്റൻറ്റും മറ്റോ ആണെന്നാണോ, നിന്നെ അന്വേഷിച്ച് വരുന്നവർക്കൊക്കെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അമ്മേ, ഫോൺ നമ്പർ ചോദിച്ചു വന്നാൽ ആ നമ്പർ അങ്ങ് കൊടുത്താൽ പോരെ, ഞാൻ നിന്റെ ജോലിക്കാരിയൊന്നുമല്ല, വരുന്നവർക്കെല്ലാം നിന്റെ ഫോൺ നമ്പറും കൊടുത്തുകൊണ്ടിരിക്കാനെന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയുടെ നേരെ ചാടിക്കയറുകയാണ്. അല്ല, അമ്മയുടെ കയ്യിൽ എൻ്റെ നമ്പറില്ലേന്ന് ചോദിക്കുകയാണേ. നീ വലിയ MLA മന്ത്രിയൊന്നും അല്ലല്ലോ, നിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓ അത് ശരിയാ, ശ്രുതിയുടെയും വർഷയുടെയും നമ്പറല്ലേ അമ്മയുടെ കയ്യിൽ കാണത്തുള്ളല്ലേ. ഞാൻ വെറും പാവങ്ങളല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ നമ്പർ അമ്മയുടെ ഫോണിൽ എങ്ങനെയാണ് ഉണ്ടാകാമെന്ന് ഇങ്ങനെ രേവതി പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ഭാമയ്ക്കും നമ്മുടെ ചന്ദ്രമതിക്കും ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ആ മതി മതി, നീയേ ഇല്ലാ കഥകളൊന്നും പറയണ്ട. നീ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം സോപ്പിട്ട് വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. നീ ഇനി എങ്ങനെയൊക്കെ സംസാരിക്കുമെന്നും നീ എങ്ങനെയുള്ളവളാണെന്നോ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറയാണ്. അപ്പോഴേക്കും കൂടുതൽ കഥയൊന്നും പറയണ്ട, ഞാൻ ചോദിച്ചതിന് മാത്രം പറയാമെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ആഹാ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാമെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഈ വാതിക്കെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? കണ്ടില്ലേ ബാമേ അവളുടെ നാക്കിൻ്റെ നീളം. ഈ വീട്ടിൽ വന്ന് തിന്ന് കൊഴുപ്പ് കയറിയിട്ടേ അവക്കിപ്പോ അവനെ കയ്യിലും നാക്കിന് നീളം ഉള്ളതെന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ആ അമ്മ തന്നെയല്ലേ പറയാറുള്ളത് ചക്കിക്കൊത്ത ശങ്കരനാണെന്ന്. ഓഹോ, ഞാൻ ഏത് രീതി പറഞ്ഞു അത് നീ ഏത് രീതിയിൽ മാറ്റി പറയുന്നല്ലേ. നീ കൊള്ളാവല്ലോടി. നീയേ എന്തായാലും ഇനി ഈ വീട്ടിൽ നിന്ന് ഒരിടത്തും ഒരു പണിക്കും പോകണ്ട. ഞാൻ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് മടുത്തു എന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ എൻ്റെ ഫോൺ നമ്പർ അന്വേഷിച്ച് വരുന്നവർക്കേ ഞാൻ ഇവിടെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചേക്കാം. അത് അമ്മ അങ്ങ് എടുത്തു കൊടുത്താൽ മതി. നിർത്തടി, നീ എന്താ കരുതിയിരിക്കുന്നത്? നീ എങ്ങോട്ടാ പറഞ്ഞ് അങ്ങ് പോകുന്നത്? ഞാനെന്താ നിന്റെ വേലക്കാരിയോ? അമ്മേ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ജോലിക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഭർത്താവ് തീരുമാനിക്കും. അതല്ലാതെ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനായിട്ട് ആരും വരണ്ട. അമ്മയ്ക്ക് മറ്റും 2 മരുമക്കളുണ്ടല്ലോ, അവരോട് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എൻ്റെ സച്ചിയേട്ടനും ഞാനും നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ സച്ചിയേട്ടനോ അച്ഛനോ പറഞ്ഞാൽ ഞാൻ അനുസരിച്ചോളാം എന്നിങ്ങനെ രേവതി തിരിച്ചെന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതി ആകെ ഒരു ഷോക്കായി പോകുന്നുണ്ട്. എന്നാൽ ഭാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ വിട്ടേര്. രേവതി എന്തായാലും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് ആ മേഖലയിൽ പേരും എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ രേവതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഒന്ന് പതറി പോകുന്നുണ്ട്. ഭയങ്കര പേരെടുത്തിരിക്കുകയാണല്ലോ ഇവള്, നിനക്കിട്ടുള്ളത് ഞാൻ തരാടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ്. അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ എന്താണെന്ന് അറിയും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.